നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ഫുട്ബോളിനെ നശിപ്പിക്കുകയാണ്. അതിശക്തമായ ഭാഷയിൽ ഫിഫയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗിൻ്റെ പ്രസിഡന്റ്, ലലീഗയുടെ പ്രസിഡന്റ് ഹാവിയർ ടെബാസ്. പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം 64 ടീമുകളാക്കി അടുത്ത വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ രൂപത്തിൽ കളിയെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു 40 ദിവസം മാത്രം നടക്കുന്ന ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോയാൽ 10,000-കണക്കിന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫുട്ബോൾ ഇൻഡസ്ട്രി തന്നെ തകർക്കാനാണ് അവർ നോക്കുന്നത്. പിന്നെ ഹൈഡ്രേഷൻ ബ്രേക്ക്, 27 മിനിറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഹാഫ് ടൈം ബ്രേക്ക്, ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്. എന്തായാലും നമുക്ക് ടെബാസിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ടെബാസ് പറയുന്നു, ഇത് അദ്ദേഹം ലാഗസിൻ്റെ ഡെല്ലാ സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഫിഫ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ദേ ആർ ഡിസ്ട്രോയിങ് ദി ഫുട്ബോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത് 10,000-കണക്കിന് ആളുകൾക്ക് അന്നം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ജോബ് കൊടുക്കുന്നൊരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് 40 ദിവസം മാത്രം നടക്കുന്നൊരു വേൾഡ് കപ്പിന് വേണ്ടി അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈനോറിറ്റി ഓഫ് പ്ലേയേഴ്സ് മാത്രമേ ആ വേൾഡ് കപ്പിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം കുറച്ച് രാജ്യങ്ങൾ മാത്രം വേൾഡ് കപ്പിൽ പങ്കെടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നാഷണൽ ഫുട്ബോളിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അറ്റ് ഓൾ ലെവൽസ്. പക്ഷെ അവരിത് റിയലൈസ് ചെയ്യുന്നില്ല. അവർക്ക് കൂടുതൽ കളികൾ വേണം, കൂടുതൽ ക്യാഷ് ഉണ്ടാക്കണം. ദേ മേക്ക് ഇറസ്പോൺസിബിൾ ഡിസിഷൻസ്. പിന്നെ ഫിഫ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളങ്ങൾ പടച്ചു വിടുകയാണ്. അവർക്ക് എന്ത് വേണോ അതുപോലെ ചെയ്യുകയാണ്. അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ്. അല്ലാതെ ഫുട്ബോളിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് 27 മിനിറ്റ് ഹാഫ് ടൈം ബ്രേക്ക് വേണം, അവരത് ചെയ്യും. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്തിനാണ്? ഹൈഡ്രേഷൻ ബ്രേക്ക് ഇസ് എ ലായി, പച്ച കള്ളമാണ്. അവിടെ ചൂടുള്ളത് കൊണ്ടൊന്നും ചെയ്യുന്നതല്ല. അത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ലാലിഗയിൽ ഇത്തരത്തിൽ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, US ഡല്ലാസിൽ, ലോസ് ഏഞ്ചലസിൽ, അറ്റ്ലാന്റയിലൊക്കെ എയർ കണ്ടീഷനിങ് ഉണ്ട് സ്റ്റേഡിയത്തിന്. ഞാൻ ആ സ്റ്റേഡിയത്തിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ സെറ്റർ ധരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് എ ലൈ. ശരിക്കും പറഞ്ഞാൽ ഇത് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് മാത്രമാണ്. ഒരു സംശയം വേണ്ട, ഫിഫ ഫുട്ബോളിനെ നശിപ്പിക്കുകയാണ് എന്ന് ഹാവിയർ ടെബാസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.